ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണ് UDF ഭരണം നേടിയതെന്നും രാജ്യസഭാ MPയും DYFI അഖിലേന്ത്യാ സെക്രട്ടറിയുമായ A. റഹീം പറഞ്ഞു. എരുമപ്പെട്ടിയിൽ നടക്കുന്ന DYFI 16ാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്കിൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ്, പ്രവൃത്തിയിൽ നരേന്ദ്രമോദിയേക്കാൾ വലിയ തീവ്ര വലതുപക്ഷം. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദിയുടെ പേരാണ് വി ഡി സതീശൻ. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദി. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് PM ശ്രീ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. കുറേ ദിവസമായിട്ട് പഠിക്കുകയായിരുന്നു. പഠിച്ച് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു PM ശ്രീ തുടരും, പിന്നെ ഒരു ഉപസമിതിയും വെച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. PM ശ്രീയുടെ സ്കൂളുകളുടെ പട്ടിക എന്തോ തയ്യാറാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായ വാർത്ത. എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം നൽകിയിട്ട് ഇപ്പോൾ അത് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ സാധാരണ സർവീസുകളിൽ മാത്രമാക്കി ഒതുക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയെ എതിർത്ത കോൺഗ്രസും ലീഗും അധികാരം ലഭിച്ചപ്പോൾ PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നത് പ്രായോഗികമല്ലെന്ന് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു. കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോൾ വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ പ്രായോഗികമായി നടക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെയാണോ നിങ്ങളന്ന്? കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, ജൻസി അതെല്ലാം ആഗ്രഹിക്കുന്നു, അതൊക്കെ ചെയ്തു കൊടുത്തേക്കാം എന്നു പ്രഖ്യാപിച്ചത് പ്രായോഗികമായി ആലോചിക്കാതെയാണോ? അതുപോലെ തന്നെ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അനുമതി നൽകാൻ കേന്ദ്ര നിയമം മൂലം സാധ്യമല്ല എന്നറിഞ്ഞിട്ടും വോട്ടിനു വേണ്ടി വാക്ക് നൽകി വി ഡി സതീശൻ യുവാക്കളെ വഞ്ചിച്ചു. കേന്ദ്രം ഭരിച്ച കോൺഗ്രസും BJPയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ സാമ്പത്തിക നയം തൊഴിലില്ലായ്മയും പട്ടിണിയും രൂക്ഷമാക്കി. ഈ നയം തന്നെയാണ് അധികാരത്തിലെത്തിയ വി ഡി സതീശന്റെ സർക്കാർ പിന്തുടരുന്നതെന്ന ധവളപത്രം ഇറക്കിയതിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കോൺഗ്രസിന്റെയും BJPയുടെയും അതിതീവ്ര വലതുപക്ഷ നയങ്ങൾക്കെതിരെ കർഷകർക്കും സാധാരണക്കാർക്കും യുവാക്കൾക്കും വേണ്ടി DYFI സമര പോരാട്ട പാതയിലേക്ക് ഇറങ്ങുമെന്നും A. റഹീം പറഞ്ഞു. 1991 നരസിംഹറാവു ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കി വളരെ ഭ്രാന്തമായി നരേന്ദ്രമോദി ഗവൺമെന്റ് 2014 മുതൽ ഈ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക മേഖലയിലെ സാമ്പത്തിക സമീപനത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ അഥവാ സ്ട്രക്ചറൽ റിഫോംസിന്റെ കൃത്യമായ അഭിപ്രായ പ്രകടനമാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്. അന്ന് ശ്രീ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നടപ്പിലാക്കിയത്. തന്നെ കാണാൻ വന്ന തൻ്റെ പിൻഗാമിക്ക് അദ്ദേഹം കൊടുത്ത ഉപദേശം അതേ സ്ട്രക്ചറൽ റിഫോംസിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളുടെ ഒരു രൂപരേഖയാണ് കേരള നിയമസഭയിൽ കുറച്ച് ദിവസം മുമ്പ് ധനകാര്യവകുപ്പ് മന്ത്രി കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ച ധവളപത്രം. You are watching VCV News.